ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചിരങ്ങ വെച്ചുള്ള നല്ലൊരു അടിപൊളി പായസമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിരങ്ങ വേവിച്ച് ഉടച്ചെടുത്തത്, സൂചി ഗോതമ്പം കുതിർത്തിയത്, തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഒന്നാം പാല്, തേങ്ങയുടെ രണ്ടാം പാല്, 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. ആ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് സൂചി ഗോതമ്പം വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്, സൂചി ഗോതമ്പം. അത് അരമണിക്കൂർ കുതിർത്തിയ ഗോതമ്പ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ ഗോതമ്പ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിരങ്ങക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ചിരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പകുതി എടുത്ത് തൊലി കളഞ്ഞ് വേവിച്ച് ഉടച്ചെടുത്തത്, കഴുകി വേവിച്ച് ഉടച്ചെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. ഇനി ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ രണ്ടാം പാല് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ പായസം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് തേങ്ങയുടെ രണ്ടാം പാല് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ രണ്ടാം പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് പശുവും പാല് ചേർക്കുന്നില്ലെങ്കിലും പകുതി തേങ്ങാപ്പാലും പകുതി പശുവും പാലും കൂടി അങ്ങനെയും പായസം ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്.
അതും കൂടി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. നല്ലൊരു ഹെൽത്തിയായ പായസം കൂടിയാണ്. ചിരങ്ങയും സൂചി ഗോതമ്പും നല്ല തേങ്ങാപ്പാലും നല്ലൊരു ഹെൽത്തിയായ കുട്ടികൾക്കെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പായസം കൂടിയാണിത്. ഇപ്പം നമ്മുടെ പായസം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മിൽമ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നെയ്യും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണം കൂടിയാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് അതിന് ശേഷം അത് തീ ഓഫ് ചെയ്യാം. മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു മണം കൂടിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തിയും കൂടിയാണിത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസം കൂടിയാണ്. അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇനിയിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.